കേബിൾ വലിക്കണം. വേണ്ട കണക്റ്റിംഗ് ഒരു ഇഷ്യൂ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങോട്ട് പോകേണ്ട പ്രശ്നമില്ല. പോണ്ട. ശോഭയേറും നാടും ഉണ്ടാറു കാണാവേ ദൂരവിശ്വാസത്താരം നമുക്കുറക്കി പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവന്റെയും മരണത്തിനുമേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്നു ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനാം പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നു ഈ പ്രിയദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്നാന്യത്തെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിക്കുന്നു. ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള ഉറപ്പാടിനും യോഗ്യരായി തീരുവാൻ
ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ സുബാനില്ല ജാതികളെ എല്ലാവരും കേൾക്കുകയും കലാപവാസികളുമായുള്ളവരെ മനുഷ്യന്റെ സ്വരൂപത്തിൽ നടക്കുന്നു. അവൻ പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നവർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അറിയുന്നില്ല. നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്തെ നീതിയും അറിയപ്പെടുന്നു. ഈ മനുഷ്യനെ തീരുമാറാക്കി മനുഷ്യന്മാരെ തിരികെ അല്ല ചെയ്തു. മനുഷ്യൻ പോകെ സദസ്യമാകുന്നു. ദിവസങ്ങൾ പോലെ കടന്നു പോകുന്നു. നമ്മുടെ മനസ്സിനെ മണ്ണാകുമെന്ന് അവൻ ഓർത്തിരിക്കുന്നു. കാറ്റന്മേലടിക്കുമ്പോൾ അതില്ലാ പോകുന്നു. അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. വീട്ടിലേക്ക് കുറിക്കില്ല. പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. മൺമയനായ മക്കൾക്കു ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നീച്ചിടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയാം മശിഹായേ, പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരേ അന്ത്യാനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ചു അന്യായങ്ങളെ കഴുകണമേ. മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ ഹരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും കൃപയുള്ളവനുമായ ദൈവമേ, ഇനി ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവമേ,
നിന്റെ തിരുസന്നിധികളുടെ കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരാക്കി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിന്റെ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമല്ലേ ഇപ്പോഴും നിരന്തരേറ്റുവാൻ ഞങ്ങൾ യോഗ്യമുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും ഒടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മഷികാലം വരാനും ഈ പ്രിയദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് നീ സകലത്തെ നിർമ്മിച്ച് ഉമ്മയിലേക്ക് വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തെരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരകളുടെ പിതാവും സകല ആശ്വാസനെയും ദൈവമേ, അവന് വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിനെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ തന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിലും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ സഹോദരിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനാം പുത്രൻ രണ്ടാമത് പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധപ്രകാശന കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുവിഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായവൾ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ പ്രിയപ്പെട്ടവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്ന പ്രത്യാശയോടെ ഈ പ്രിയദാസിയുടെ വേർപാടിൽ നിങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശിക്കായി ഇങ്ങനെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ പ്രിയപ്പെട്ടവളുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചു വിരിക്കുന്നവരെയും പ്രത്യേകമായി ഈ പ്രിയപ്പെട്ടവളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളഞ്ഞ് ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്നും ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചു നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഒരു ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ പ്രിയപ്പെട്ടവരെ സന്തുഷ്ടരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ അയ്യൂബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിലുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ.
അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകട്ടെ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. മസിഹാവിനെയും തന്റെ ഗതിയെ വിശാലമാക്കി മസിഹ അവന്റെ അധികാരത്തെ മാറ്റി പാവത്തിന്റെ വിഷമുള്ളിനെ വിഷമൂലമുണ്ടായ ജൈവിത എല്ലാ തലമുറകൾക്കും പ്രസംഗിക്കപ്പെടുന്നു. പുനരുത്ഥാനങ്ങൾ മരണം അവസാനിക്കുന്നു, പാപം ചിന്തിക്കുന്നു, നീതിവാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളിനോടുകൂടെ മണവറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദൈവാക്ഷികളെ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിന്റെ നിലയങ്കി ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവശരീരത്തോടെ പറയുന്നെന്നാൽ സഹോദരനെ പ്രിയപ്പെട്ടവനെ നീ സമാധാനത്തോടെ പാർക്കുക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷം നൽകുന്ന സത്യത്തെ പോകുന്നു. പുനരുത്ഥാനത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിൽ പ്രത്യാശയുണ്ട്. അശിവരാജാവിനും പ്രധാനമാരുടെ കാണാനും കബറുകളിലും പാറകളിലും സകല വിശുദ്ധന്മാരും മണവാളിനോടുകൂടെ മണവറയിൽ പ്രവേശിക്കുന്നതിന് കീർത്തനത്തെ തങ്ങളുടെ ദേവരക്ഷികളെ തെളിയിക്കുന്നു. എപ്പം ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്നവർക്കും ഒരു നാളും മരിക്കുകയില്ലെന്നുള്ള അറിയിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ അനുഭവക്കാരായി തീരത്തക്ക ഞങ്ങളുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്വാതന്ത്ര്യവും കരയേറ്റുവാൻ നിങ്ങൾ യോഗ്യമുള്ളവരാക്കി തീരുകയും ചെയ്യുന്നതാകണമേ. എന്റെ സഹോദരരെ, നാം ഇന്ന് എവിടെ ആയിരിക്കുന്നുവെന്നും നാളെ എവിടെ ആയിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠ അധികാരവുമായ സകലവും അഴിഞ്ഞൊന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരം മുഴുവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ, പുനർജീവനടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേവനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ഉയർപ്പിച്ച് നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, വാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർന്നിട്ടില്ല എങ്കിൽ വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർക്കുന്നില്ല എന്ന് വരികൾ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിനെ വിരോധമായും താഴ്ത്തിമറിയുവാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു യുദ്ധത്തിലുള്ളവരാൽ നശിച്ചുപോയി.
നാവി ആയുസിൽ മാത്രം ക്രിസ്തു വ്യത്യാസ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരത്രേ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പിന്നെ മക്കളാകും ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വാത്സല്യ ഭവനത്തിൽ തണലിൽ നിന്ന് തിരുമുഖത്തേക്ക് നോക്കാൻ തന്ന സാവകാശത്തെ ജീവിതത്തിലെ വേദനകളിൽ പ്രയാസങ്ങളിൽ വേർപാടിന്റെ അനുഭവങ്ങളിൽ ഞങ്ങളുടെ ചാരികളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. നിലച്ചിരിക്കാത്ത നാഴികയിൽ മരണം വന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ വരുന്നില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കുകയുള്ളൂ. കർത്താവേ, തമ്പുരാനെ, ഏതവസരം നീ വിളിച്ചാലും നിന്നോട് ചേരുവാൻ ഒരുക്കമുള്ളവരാകുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് സങ്കീർത്തനകാലം തിരുവനന്തപുരത്തോട് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ളവരും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ച് കാത്തിരിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ പങ്കുഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യമായ ഭവനം ഞങ്ങളുടെ സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. അവൻ ഞങ്ങളുടെ സ്വർഗീയമായ പാർപ്പണം അതിന് മീതെ ധരിപ്പാൻ ഞങ്ങൾ വാഞ്ചിക്കുന്നു. തുരൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ സ്വർഗീയ പാർപ്പണത്തെ കുറിച്ച് കാത്തിരിക്കുന്നവരായിരിക്കാൻ ഞങ്ങളുടെ സഹായിക്കണമേ. കർത്താവെ, മരണം ഒരു അവസാനമല്ല, അതിനപ്പുറം ഒരു അനുഗ്രഹീതമായ ജീവിതം നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞങ്ങളുടെ പ്രാണനോട് അടുത്ത് നിൽക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാണ് കർത്താവെ ഈ ലോകത്തിൽ മാറ്റപ്പെടുമ്പോൾ അതേറെ ദുഃഖവും പ്രയാസവുമാണ്. അതിന് മധ്യത്തിൽ നിന്നിൽ ആശ്വാസം കണ്ടെത്താൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നിന്റെ മാർഗമല്ലാതെ ചാരാൻ മറ്റൊരിടം ഞങ്ങൾക്കില്ല. കർത്താവെ, നിന്റെ സന്നിധി അല്ലാതെ ഞങ്ങൾക്ക് അഭയം പ്രാപിപ്പാനും മറ്റൊരിടമില്ലല്ലോ. തിരുമുഖത്തേക്ക് നോക്കി ധൈര്യം ഉൾക്കൊള്ളാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരിയുടെ ധന്യമായ ജീവിതത്തിൽ നന്ദിയോട് സ്തോത്രം. 52 സംവത്സരക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു നല്ല മകളായി, നല്ല ഭാര്യയായി, നല്ല അമ്മയായി, നല്ല അധ്യാപികയായി ദൈവമേ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവസന്നിധിയോട് ചേർക്കപ്പെടാൻ എന്റെ മകൾക്ക് ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ദുഃഖവും പ്രയാസവും, എന്നാൽ ക്രിസ്തീയമായ പ്രത്യാശയിൽ ശരണം വയ്ക്കാൻ ഞങ്ങളെ ഒരു സഹായിക്കണമേ. പ്രിയപ്പെട്ട ബിജുവിന് വേണ്ടി സ്തോത്രം. ഇന്നിയോളവർ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യം കൊണ്ട് നിന്റെ മകനെ അവിടെ നിറയ്ക്കണമേ. പ്രിയാമകളിലൂടെ പ്രിയപ്പെട്ടവർ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം. സൂമില്ലായിരുന്ന കാലത്തൊക്കെ കർത്താവെ ഓടി വന്ന പ്രിയമകളെ ശുശ്രൂഷിപ്പാൻ നിന്റെ മകനെ ബലപ്പെടുത്തിയതും നന്ദിയോടെ സ്തോത്രം. എന്റെ കർത്താവിന്റെ ഉള്ള കിടക്കുന്നതിനോ അവനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പുതിയുണ്ട് ഒരു കുടുംബജീവിതത്തിന് അനുഗ്രഹമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഇരുവരെയും നിന്റെ കരങ്ങൾ തരുന്നു. കൃഷിക്ക് വേണ്ടിയും സ്വയക്ക് വേണ്ടിയും സ്തോത്രം. കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തണമേ. ഒരു പ്രിയപ്പെട്ട അമ്മ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവെ, തുടർന്ന കാലങ്ങളിൽ നീ അവർക്ക് നല്ല മാതാവായി കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുന്നത് ധന്യമായ ഭാവി ജീവിതം കൊടുക്കണം. അമ്മയുടെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവമേ നീ അവരെ ആശ്വസിപ്പിക്കുകയും നീ അവർക്ക് സഹായകനായി കൂടെ അവരെ ധൈര്യപ്പെടുത്തി വഴി നടത്തുകയും ചെയ്യും. മേരിയുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവിന്റെ വേർപാട്, മാതാവിന്റെ വേർപാട്, മകളുടെ വേർപാട് ഒക്കെ കർത്താവെ മാതാവിനെ വളരെയധികം വേദനയിലൂടെ കൊണ്ടുപോകുമ്പോൾ തമ്പുരാൻ പ്രിയപ്പെട്ട മാതാവിനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നു. മേരിയുടെ സഹോദരി ദൈവങ്ങൾ ഏൽപ്പിച്ച പ്രാർത്ഥനയും കുടുംബമായി എന്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് കാക്കണം. കൂടപ്പുറപ്പിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്നത് കർത്താവെ, പ്രത്യേകിച്ച് മേരി സുഖമില്ലായിരുന്ന അവസരം അന്യ നാട്ടിൽ വരുന്നതിനും കർത്താവെ പ്രിയ മകളെ ശുശ്രൂഷിക്കുന്നതും ഒക്കെ അവിടുന്ന് കൊടുത്ത വലിയ അവസരത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ മകളെ ധൈര്യപ്പെടുത്തി അനുഗ്രഹിച്ച് പരിപാലിക്കണം. സുഖമില്ലാതെ മേരി കിടപ്പിലായിരുന്ന അവസരത്തിലൊക്കെ ശുശ്രൂഷിച്ചവരെയും ഞങ്ങൾ ഓർക്കണം. തമ്പുരാന്റെ കൃപകളാൽ അവരെ നിറയ്ക്കണം. ഇവിടെ ജോണിച്ചാന് വേണ്ടി നമ്മുടെ ഓമയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവെ, ഈ ഭവനത്തിൽ തങ്ങളുടെ മൂത്ത മകൻ വിവാഹം കഴിച്ച് ഈ ഭവനത്തിലേക്ക് ആദ്യം കയറി വന്ന മകളാണ്. ആ മകളുടെ വേർപാടിൽ നിന്റെ മക്കൾ എല്ലാവരും ദുഃഖത്തിലായിരിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ നിറച്ച് ആശ്വസിപ്പിക്കണം. കർത്താവ്, ബിജുവിന്റെ സഹോദരങ്ങളെ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് നിന്റെ കൃപയാൽ അവരെ നിറയ്ക്കണം. വിദൂരങ്ങളിൽ നിന്നൊക്കെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വന്നിടുവാനിടയാക്കില്ലോ. ദൈവത്തിന് സ്തോത്രം. ബന്ധുമിത്രാദികൾ, അയൽക്കാർ, സ്നേഹിതർ എല്ലാവർക്കായും സ്തോത്രം. എല്ലാവരെയും തമ്പുരാൻ ധൈര്യപ്പെടുത്തി ക്രിസ്തീയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. ദൈവമായ കർത്താവ്, ഇന്നലെ ഭൗതികേശ്വരം എറണാകുളത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ വഴിയാത്രകളൊക്കെ കൂടെയിരുന്നു. തക്ക സമയത്തോടെ എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിലും ദൈവാലയത്തിലെ ശുശ്രൂഷയിലും മലമുകൾ സെമിറ്ററിയിൽ നടക്കുന്ന ശുശ്രൂഷയിലും ഒക്കെ ദൈവകൃപ അനുഭവിക്കാനിടയാക്കണം. കാലാവസ്ഥ അനുകൂലമാക്കണം. ദൈവമായ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയും നീക്കി കൊടുക്കണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ. ഓരോ മരണവും ഞങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, അടുത്ത ഊഴം നിന്റേതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ നിങ്ങൾക്ക് സഹായിക്കണം. കർത്താവെ, ആരോടും പിണക്കങ്ങളില്ലാതെ പരിഭവങ്ങളില്ലാതെ
ദൈവം തന്നൊരു കൊച്ചു ജീവിതം ദൈവോന്മുഖമായി ജീവിച്ച് ദൈവകരങ്ങളെ അഭയം പ്രാപിക്കുന്നു. കർത്താവിനെ പോലെ സകലം നിവർത്തിയായി ഇതാ ഞാൻ എന്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറയാം. തമ്പുരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തുണയ്ക്കണം. യോബിനെ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചോദിക്കും. ദൈവത്തിനും നന്ദി പറയാൻ ഞങ്ങളെ സഹായിക്കണം. ഒടുവിലത്തെ നാളിൽ കർത്താവെ നീ എഴുന്നള്ളുമ്പോൾ ആ മഹത്വ പ്രത്യക്ഷതയിൽ വാങ്ങിപ്പോരോട് ചേർന്ന് പ്രിയപ്പെട്ട മേരിയോട് ചേർന്ന് തമ്പുരാനെ എതിരേൽപ്പാൻ കഴിയുന്നതോടും ക്രിസ്തീയ പ്രത്യാശയോടെ തുടർന്നുള്ള ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ടവരെയും അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. കർത്താവിനോടുകൂടെ യുഗായുഗം വാഴുന്ന അനുഗ്രഹീതമായ ദിനത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയും ധ്യാനിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതിനായിരിക്കും ഞങ്ങളെ സഹായിക്കുന്നത്. ഒരിക്കൽ കൂടെ മേരിയുടെ ധന്യമായ ജീവിതത്തിന് സ്തോത്രം. അല്ലലില്ലാത്ത, അലച്ചിലില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഇമ്പങ്ങളുടെ പർദീസയിൽ ഹല്ലേലൂയ നിന്റെ മകൾ ചേർക്കപ്പെട്ടതുകൊണ്ട് ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ഇതുവരെയും വ്യാപരിച്ചു തീർക്കാൻ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ തിരക്കണം. കാലാവസ്ഥ അനുകൂലമാക്കണം. താൻ പാർത്തു വന്ന ഭവനത്തിൽ നിന്ന് എന്നേക്കുമായി വിടപെടണം. കർത്താവെ പടികളിറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണം. തിരുനാമം ഞങ്ങളുടെ മഹത്വമെടുക്കണം. കുറവുകളെല്ലാം പൊറുക്കണം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോർഡ് ഹാവ് മേഴ്സി എന്നർത്ഥമുള്ള കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായി കുറിയലായിസോൻ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. പാളത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. കാണാനായിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേ തുടർന്ന് പ്രിയമുള്ളവർക്ക് കാണാനുള്ളവർ കണ്ടിട്ട് അകത്തേക്ക് വാക്കുകൾ കണ്ടു കഴിഞ്ഞവരെ പുറത്തേക്ക് പള്ളിയിലെ ശുശ്രൂഷകന്മാർ കയ്യിലുണ്ടെങ്കിൽ അതല്ല ജോൺ കാണാനുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കണ്ടു കഴിഞ്ഞാൽ വിജയനോട് പറയാൻ എവിടെ നിന്ന് എടുക്കാനായിട്ട് Everyone has some sentiments, right?
ചുമതല കൊടുക്കാൻ ആളുകൾ ഇറങ്ങാൻ മാറ്റി സാറേ കേട്ടോ. ചുംബനം കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയാൽ സൗകര്യമാണ്. സൂക്ഷിച്ച് ഇങ്ങനെ തന്നെ കാല് മുൻപോട്ട് ആദ്യം കാല് ഇത് മാറ്റി ക്യാമറ മാറ്റി ഈ വാതിൽ നിൽക്കുന്നവർ ദയവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലീസ് നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയാട്ടെ.